ഹ്രസ്വ ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിലെ വംശീയ കലാപം ആഭ്യന്തര യുദ്ധത്തിന്റെ ക്രൗര്യത്തോടെ ആളിപ്പടരുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ പാർട്ടിക്കും മുന്നണിക്കും നിർണായകമായ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച രാഷ്ട്ര തലസ്ഥാനത്തേക്ക് മടങ്ങി തിരക്കിട്ട തീയണയ്ക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധം ആളിപ്പടരുന്ന മണിപ്പൂരിൽ രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനുള്ള ഇടപെടലുകൾക്ക് മുൻകൈയെടുക്കുന്നതിനു പകരം CRPFന്റെയും BSFന്റെയും 50 കമ്പനി ജവാന്മാരെ കൂടി മണിപ്പൂരിലേക്ക് അയക്കുകയെന്ന തീരുമാനം മാത്രമാണ് 2 ദിവസങ്ങളിലെ കൂടിയാലോചനയ്ക്ക് ശേഷം അമിത്ഷായ്ക്ക് കൈക്കൊള്ളാനായത്. നവംബർ 12-ന് മണിപ്പൂരിലേക്ക് അയച്ച 20 കമ്പനി കേന്ദ്രസേനയ്ക്ക് പുറമെയാണ് ഇത്. ഇതെല്ലാം മണിപ്പൂരിലെ വംശീയ കലാപത്തിന്റെ ഗുരുതരാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വംശീയ കലാപത്തെ തുടർന്ന് സംസ്ഥാനത്ത് വിന്യസിച്ചിരുന്ന കേന്ദ്രസേനയ്ക്കും അസം റൈഫിൾസിനും പുറമെയാണ് പുതുതായി 70 കമ്പനിയെ കൂടി നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത്. മണിപ്പൂർ ജനതയ്ക്ക് സേനയിലും സംസ്ഥാന ഭരണകൂടത്തിലുമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബ വീടിനും മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകൾക്കും നേരെ ജനക്കൂട്ടം അക്രമവും തീവെപ്പും നടത്തുന്നു. മുഖ്യമന്ത്രി ബീരൻ സിംഗിനെ പിന്തുണച്ചിരുന്ന കൊൺറാഡ് സംഗ്മയുടെ NPP മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച ഇപ്പോഴത്തെ അവസ്ഥയുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ബീരൻ സിംഗിനാണെന്ന് ആരോപിക്കുകയും അയാളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. 60-അംഗ നിയമസഭയിൽ ബീരൻ 37 പേരുടെ പിന്തുണ അവകാശപ്പെടാനാവുമെങ്കിലും ആ പിന്തുണ തികച്ചും സാങ്കേതികം മാത്രമാണ്. 7 കുക്കി അംഗങ്ങളടക്കം BJP MLA-മാർ നല്ലൊരു പങ്കും ബീരനെതിരെ തിരിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവടക്കം പ്രതിപക്ഷ MLA-മാരും രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതോടെ മണിപ്പൂരിലെ നാമമാത്ര ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിലെ ഡബിൾ എൻജിൻ സർക്കാർ സംസ്ഥാനത്തെ ജനതയ്ക്കും രാജ്യത്തിനും ബാധ്യതയായി മാറിയിരിക്കുന്നു. മണിപ്പൂരിലെ വംശീയ പ്രശ്നങ്ങൾക്ക് പുതുമയേതുമില്ല. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിനും അപ്പുറത്ത് വേരോട്ടമുള്ള മണിപ്പൂരിലെ വിവിധ വംശങ്ങൾ തമ്മിലുള്ള വൈരത്തിന്റെ ചരിത്രം പലപ്പോഴും അക്രമാസക്ത പൊട്ടിത്തെറികളുടെ കൂടി ചരിത്രമാണ്. BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ അധാർമിക ഇടപെടലുകളാണ് 18 മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഇപ്പോഴത്തെ വംശീയ കലാപത്തിന് നാന്ദി കുറിച്ചത്. കാലുമാറ്റ രാഷ്ട്രീയത്തിലൂടെ BJP പാളയത്തിലെത്തിയ ബീരൻ സിംഗ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ അവരുടെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ നിർണായക കണ്ണിയാണ്. BJPക്ക് എന്നതുപോലെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിലാണ് ബീരന്റെയും നിലനിൽപ്പ്. മണിപ്പൂരിന്റെ അടക്കം വടക്കുകിഴക്കൻ മേഖലകളിലെ പർവ്വത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കുക്കി സൊഗോത്ര വർഗങ്ങളുമായി താഴ്വരയിലെ മേദി വിഭാഗങ്ങൾക്കുള്ള ഭിന്നത ആളിക്കത്തിച്ചുകൊണ്ടേ തനിക്ക് രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂവെന്ന് ബീരൻ കരുതുന്നു. ഭരണയന്ത്രത്തിൽ മേദികൾക്കുള്ള സ്വാധീനവും മേൽക്കോയ്മയും ദുരുപയോഗം ചെയ്ത് ഗോത്ര ജനതകളുമായുള്ള ഭിന്നിപ്പ് രൂക്ഷമാക്കുന്നതിൽ ബീരൻ നടത്തിയ ഇടപെടലുകളുടെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. ജനങ്ങളെ വംശീയതയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമം ഒന്നു മാത്രം മതി ഭരണഘടനാപരമായ പദവിയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും അയാളെ പുറത്താക്കാൻ. രാഷ്ട്രീയ അധികാരത്തിന്റെ മാത്രമല്ല നിഗൂഢ സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൂടെയാണ് മോഡി ഷാദ്വയങ്ങൾ ബീരനെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഐക്യത്തിന്റെ ചിലവിലും അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്നത്. മോഡി സർക്കാരിന്റെ കോർപ്പറേറ്റ് ചങ്ങാതിമാരുടെ സാമ്പത്തിക ബിസിനസ് താൽപര്യങ്ങൾക്കും മണിപ്പൂരിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അസ്ഥാനത്തല്ല. മണിപ്പൂരിൽ അപരിഹാര്യമായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും വംശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നിപ്പും ആ സംസ്ഥാനത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്ത്യയെ പോലെ വംശീയവും മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അവിഛിന്നതയ്ക്കും മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിനു നേരെ ഉയരുന്ന വെല്ലുവിളികളുടെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റെ മേൽ അടിസ്ഥാനരഹിതമായി ആരോപിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാഴാക്കിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 18 മാസമായി തുടർന്നു വരുന്ന മണിപ്പൂരിലെ വംശീയ കലാപത്തെപ്പറ്റിയും അവിടെ അനുദിനം അരങ്ങേറുന്ന കൂട്ടക്കൊലകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ തുടർന്നു വരുന്ന കൂട്ടബലാത്സംഗമടക്കം രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തീരാ കളങ്കമായി മാറിയ കൊടിയ അതിക്രമങ്ങൾ എന്നിവയെ അപലപിക്കാൻ പോലും അദ്ദേഹം വിസമ്മതിക്കുന്നു. ഇക്കാലയളവിൽ 1 ഡസൻ വിദേശ സന്ദർശനമെങ്കിലും നടത്തിയ മോഡി ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ ഐക്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ചിലവിൽ മോഡിയും ഷായും ബീരനും നടത്തുന്ന രാഷ്ട്രീയം മണിപ്പൂരിനും വടക്കുകിഴക്കൻ മേഖലയ്ക്കും രാജ്യത്തിനാകെയും വിനാശകരമാണ്. അതിനെതിരെ രാഷ്ട്ര മനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു.